ആഭരണങ്ങള് തന്റെ കയ്യിൽ തന്നെ ഇല്ലേ? ഉണ്ട് മേഡം. മാഡം പറഞ്ഞതുപോലെ അയാള് പിന്നെയും വന്നിരുന്നു ആ ആഭരണങ്ങൾ ചോദിച്ചിട്ട്. താനെന്ത് പറഞ്ഞു? താൻ അങ്ങനെ ഒരു ആഭരണം എന്റെ കയ്യിൽ തന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഞാനങ്ങൊഴിഞ്ഞു. അയാളിവിടെ ബഹളം വെക്കാനൊക്കെ നോക്കിയതാ, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂ? അല്ല മേഡം, മാഡത്തിന് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് സക്സസ് ആയോ? ആ ആഭരണങ്ങള് ഒരുത്തിനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരടവായിരുന്നു. അത് കഴിഞ്ഞു. അവൻ ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താവുകയും ചെയ്തു. ആ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആഭരണങ്ങൾ വാങ്ങിക്കാൻ വരാം. അപ്പൊ ദേ കൊണ്ടുവന്നവരോട് കാണിച്ച പോലെ എന്തെങ്കിലും അഭ്യാസം എന്നോട് കാണിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലേ. അയ്യോ മേഡം, മേഡത്തിനോടൊക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ഒരാളെ ഒതുക്കാൻ ഇത്രയും തന്ത്രങ്ങൾ കയ്യിലുള്ള മേഡത്തിനോട് കളിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലേ. അവനുണ്ടല്ലോ ആ മാണിക്കുഞ്ഞ്, ചിലപ്പോ അവൻ ആൾക്കാരെയും കൂട്ടിട്ട് വരും. അങ്ങനെ വന്നാലും താൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരൽപ്പം പോലും മാറാൻ പാടില്ല. മാണിക്കുഞ്ഞ് തന്റെ കയ്യില് ആഭരണങ്ങൾ തന്നിട്ടില്ല. തനിക്ക് കളരിക്കൽ തറവാട്ടിലുള്ള പരമ്പരാഗതമായ ആഭരണങ്ങളെ കുറിച്ച് അറിയുകയില്ല. ശരി മാഡം, എന്തായാലും ഈ കളിക്കിറങ്ങി. ഇനി ജയിക്കാതെ ഞാൻ നിർത്തില്ല. താൻ കൊള്ളാലോടോ. മുന്നോട്ടുള്ള പല കാര്യങ്ങളിലും എനിക്ക് ചിലപ്പോ തന്നെ വേണ്ടി വരും. ആ എന്നാ ശരി, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക, ഞാൻ വിളിച്ചോളാം. ശരി മാഡം. ഓഹോ, അപ്പൊ കണ്ണൻ കപ്പലിൽ തന്നെ ഉണ്ട്. ഇതിപ്പൊ തന്നെ എല്ലാരോടും പറയണം. വേണ്ട, ആദ്യം ഒന്ന് ഉറപ്പുവരുത്തണം, എന്നിട്ട് പറയാം. അമ്മായിക്കുള്ള പണി മോശമാവാൻ പാടില്ലല്ലോ.